ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മളിന്ന് ഒരു ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അതിന് വേണ്ടി ചെറിയ ചെമ്മീനാണ്. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. എങ്കിൽ ചെമ്മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും, കാണാൻ നല്ല കളറുണ്ടാവും. ഈ എരിവിന് വേണ്ടിയിട്ട് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ചേ ചേർക്കുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരു അരമണിക്കൂർ ഇരിക്കട്ടെ. നമുക്കൊന്ന് നല്ല ഉപ്പും മുളകൊക്കെ ഒന്ന് നന്നായി പിടിക്കട്ടെ. ഇനി ഇതിലൊരു ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒഴിക്കുക കേട്ടോ. ചെറുതായിട്ടൊരു പുളിപ്പും കൂടി ടേസ്റ്റ് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പം ഇനി ഫ്രൈ ചെയ്യുമ്പോൾ കാണാം. അപ്പം നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു പൊട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്ര വെളിച്ചെണ്ണ മതി കേട്ടോ. നമുക്ക് ചെമ്മീൻ ഒഴിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഈ കുറച്ച് എണ്ണ ഒഴിച്ചത് എന്താണെന്നറിയോ? ഇതിൻ്റെ മസാല ഇല്ലേ, നമ്മൾ കൂടുതൽ എണ്ണ ഒഴിച്ചാൽ ഈ മസാല മൊത്തം എണ്ണയിൽ പോകും. പിന്നെ ചെമ്മീൻ ആയിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് മസാല ഉണ്ടാവില്ല. ഇങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ആ മസാല നന്നായി മൊരിഞ്ഞിട്ട് ചെമ്മീൻ്റെ കൂടെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും അത്. എന്നിട്ട് നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുക്കണേ. തീ കുറച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ആ ചെറിയ തീയിലിങ്ങനെ കിടന്നിട്ട് അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. മസാല മൊരിയട്ടെ. ചെമ്മീൻ അപ്പോഴേക്കും പാകത്തിന് വേവായി കിട്ടും. ഇപ്പം നമ്മുടെ ചെമ്മീൻ ഫ്രൈ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത് ഇടുന്ന സമയത്ത് തന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. എന്താണ്ട് ഇപ്പോൾ കണ്ടോ, എണ്ണ കറക്റ്റായി. ആ മസാലയൊന്നും വിട്ടു പോകാതെ തന്നെ നല്ല മസാലയോട് കൂടിയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ കഴിക്കാം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്ക് ബൈ.